നിങ്ങൾ കാറ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തായാലും ഈ ഒരു റൂൾ അറിയാണ്ട് നിങ്ങൾ കാറ് വാങ്ങിക്കരുത്. ഇനി അങ്ങനെ വാങ്ങിയാൽ തന്നെ നിങ്ങൾ വലിയ നഷ്ടത്തിലോട്ടാണ് പോകാൻ പോകുന്നത്. ഈ റൂളിൻ്റെ പേരാണ് 24-10. ഈ 20 ഡിനോട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കാറിൻ്റെ ഹോൾ പ്രൈസിൻ്റെ 20% ഡൗൺ പേയ്മെൻറ്റ് റെഡി ആവാതെ നിങ്ങൾ കാറ് വാങ്ങരുത്. ഇതിൽ 4 എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 4 ഇയേഴ്സ് കൊണ്ട് നിങ്ങളൊരു ലോൺ എടുത്തു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് മൊത്തം അടച്ചു തീർക്കാൻ ഈ 4 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കണം. ഈ 10 എന്ന് വരുന്നത് നിങ്ങളുടെ ഒരു മന്ത്ലി ഇൻകമിൻ്റെ ഒരു 10% കൊണ്ട് മാത്രം നിങ്ങൾക്ക് അതിൻ്റെ ഫ്യൂൽ ആവട്ടെ, അതിൻ്റെ മെയിൻ്റനൻസ് ആവട്ടെ, അതിൻ്റെ EMI ആവട്ടെ, ഇതെല്ലാം അടച്ചു തീർക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. എങ്കിൽ മാത്രമേ നിങ്ങൾ കാർ വാങ്ങാൻ കഴിയുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ഒരു സ്വിഫ്റ്റ് വാങ്ങാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് 8 ലക്ഷം ആണെന്ന് ഇരിക്കട്ടെ. അതിൻ്റെ ഒരു 20% എന്ന് പറഞ്ഞത് 1,60,000 രൂപയാണ്. ബാക്കിയുള്ള 6,40,000 രൂപ നമ്മൾ ലോൺ എടുക്കണമെന്ന് വിചാരിക്കാം. അത് നമ്മൾ ഒരു 9% ഇൻട്രസ്റ്റിന് 4 വർഷത്തേക്കാണെങ്കിൽ നമ്മൾ ഓരോ മാസം നമ്മളൊരു 16,000 രൂപ നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇനി കാറിൻ്റെ ഇന്ധന ചെലവ്, അതേപോലെ മെയിൻ്റനൻസ്, ഇൻഷുറൻസ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു 4,000 രൂപ മാസം ചിലവ് വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ആകെ മൊത്തം നമുക്ക് കാറിന് ഒരു 20,000 രൂപ നമുക്ക് ഒരു മാസം ചിലവ് വരുന്നുണ്ട്. അപ്പോൾ ഈ 20,000 നിങ്ങളുടെ മാസ ശമ്പളത്തിൻ്റെ 10% ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സമ്പാദിക്കണം? 2 ലക്ഷം രൂപ സമ്പാദിക്കണം. പക്ഷേ നമുക്ക് 2 ലക്ഷം സമ്പാദിക്കാനുണ്ടോ? അതില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾ മാക്സിമം എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് റെഡി ആയിട്ട് മാത്രം നിങ്ങൾ കാർ വാങ്ങുക. അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ലോൺ എമൗണ്ട് അതിൽ കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ ബാക്കി ഓൾ ടുഗദർ നിങ്ങൾക്ക് കാറിൻ്റെ ചിലവും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും കാർ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ DM me, ഐ വിൽ സെൻഡ് ഇറ്റ് ടു യു.